ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ഒരുപാട് ശല്യം ചെയ്യുന്ന എലിയെയും പെരിച്ചാഴിയും ഒക്കെ ഓടിക്കാനുള്ള 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതിങ്ങനെ ചെയ്യണം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയോ അരിപ്പൊടിയോ ഒക്കെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാഫ്തലിൻ ബോളാണ്, അതായത് നമ്മുടെ പാറ്റ ഗുളിക. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസുകളാണ് കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവർ. അത് ഇതുപോലെ ഒന്ന് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് ചെറിയ കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇനി നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു സാധനം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഹാൻഡ് വാഷാണ്. അപ്പം ഹാൻഡ് വാഷും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റോളോ അല്ലെങ്കിൽ ഐസോള് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കത്തില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ചെറിയ ബോൾസുകളാക്കി എടുക്കുക. ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് എവിടെയാണോ എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. വീട്ടിന് പുറത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മാളങ്ങളിലും അതുപോലെ അവർ വരുന്ന വഴിയൊക്കെ നമുക്കറിയാമല്ലോ എവിടെയാണ് ഇവരുടെ ശല്യം കൂടുതലുള്ളത്, അവിടെയൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എലിയെയും പെരിച്ചാഴിയൊക്കെ ഓടിക്കാനുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പം ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് എലിയുടെ വയറ്റിനുള്ളിൽ ചെന്നിട്ട് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും, പിന്നീട് അത് ചത്തുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് പിന്നെ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒന്നും ശല്യം പിന്നെ ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഈ എലിയുടെയൊക്കെ ശല്യം ഒരുപാടുള്ളവർ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്